ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൊത്തു പൊറോട്ടയാണ്. അപ്പം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊറോട്ട തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്. ഓക്കെ. പിന്നെ മസാല ഐറ്റംസ് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല കുറച്ച് മതി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇടേണ്ടത് ഉള്ളിയാണ്. ഫസ്റ്റ് എന്തായാലും നമ്മൾ ഉള്ളിയാണല്ലോ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ആഡ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. കാരണം അതിന് രണ്ടും ഏകദേശം സെയിം വേവാണുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വേവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താലൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് റെഡിയാവും. ഓക്കെ. ഏകദേശം ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് നന്നായിട്ട് വേവണ്ട. ജസ്റ്റ് ആ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കുന്ന രീതിയിൽ മാത്രം വെന്താൽ മതി. ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വേവട്ടെ, മസാലകൾ എന്നിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി. ഓക്കെ. കുറച്ച് മതി, അധികം സ്പൈസ് ഒന്നും വേണ്ട. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയുടെ പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എപ്പോഴും അടച്ച് വെക്കുമ്പോഴേ നമ്മളെ ചട്ടിയിൽ എന്താണോ സാധനം ഉള്ളത് അതൊന്നും നമുക്കിങ്ങനെ ഒന്നിച്ചൊന്ന് കൂട്ടി കൊടുത്തിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഓക്കെ. ഏകദേശം ഒരു ടീസ്പൂൺ അത്ര മതി. എന്നിട്ടിനി നല്ല വഴറ്റി കൊടുക്കും. ഇനി നമുക്ക് ചട്ടി തുറന്ന് വെച്ചിട്ട് അതിലോട്ട് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഓക്കെ. നമ്മൾ ആദ്യം ഒന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് പൊറോട്ട ഉണ്ടല്ലോ നമ്മൾ മുറിച്ച് വെച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മസാലയും എല്ലാത്തിലോട്ട് പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റാണ്. വീട്ടിലിങ്ങനെ പൊറോട്ടയൊക്കെ ബാക്കി വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.